Hi, all. Welcome to the last part of our novel 100 Years of Solitude by Gabriel Garcia Marquez. പാർട്ട് 1 പാർട്ട് 2 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ടിട്ട് വേണം പാർട്ട് 3 അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ആ ഒരു ബൗണ്ടിയ ഫാമിലിയുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് 1ലും 2ലും ഡിസ്കസ് ചെയ്തത്. നമുക്ക് റിമൈനിങ് സ്റ്റോറി നോക്കാം. ഒർലിയാനോ സെഗുണ്ടയുടെയും ഫെർഡിനാൻഡ് ഡെല്ലിൻ്റെയും സ്റ്റോറിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മേമ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നുണ്ട്. ഒർലിയാനോ ഫെർണാണ്ട ആ ഒരു കുഞ്ഞിനെ ഹൈഡ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ പാർട്ട് 2ൽ പറഞ്ഞത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം. ജോസ് ആർക്കേഡിയോ സെഗുണ്ടോ ഒരു പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാന്റേഷൻ വർക്കേഴ്സിൻ്റെ ഒരു സ്ട്രൈക്ക് അറേഞ്ച് ചെയ്യുന്നുണ്ട് ഫോർ ദ ബെറ്റർ ലിവിങ് കണ്ടീഷൻസൊക്കെ. പക്ഷേ ആ ഒരു സ്ട്രൈക്കിൽ ആ ഒരു ഇവൻറ്റിൽ ഒത്തിരി വർക്കേഴ്സ് ഡെഡ് ആവുന്നുണ്ട്. അതിൽ ജോസ് ആർക്കേഡിയോ സെഗുണ്ടോ മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ മരിച്ചുപോയ ആൾക്കാരുടെയൊക്കെ ആ ഒരു ഡെഡ് ബോഡീസൊക്കെ ഇവർ ലോഡ് ചെയ്തിട്ട് ഓഷനിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആരോട് പറഞ്ഞാലും ഇതൊന്നും വിശ്വസിക്കാത്തൊരു സ്റ്റോറിയാണ്. അങ്ങനെ അവിടെ ഇത്രയും നാൾ കാണാത്ത ഒരു ഡ്രെയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഈ ജോസ് ആർക്കേഡിയോ സെഗുണ്ടോ ഒരു ഇരുട്ട് റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് ഈ മാൽക്കുഡിസിൻ്റെ ഒരു ഓൾഡ് റൂമാണ്. മാൽക്കുഡിസ് എന്ന് പറഞ്ഞാൽ ജിപ്സീസിൻ്റെ ലീഡർ, ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരു മാനുസ്ക്രിപ്റ്റ്സ് ഇയാൾ കാണുന്നുണ്ട്. മാൽക്കുഡിസിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ്, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീഡ്. അവിടെ മഴ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ആകെ കഷ്ടപ്പാടാണ് ആ ഒരു റൂമിൽ ഇങ്ങനെ കുടുങ്ങിപ്പോയൊരവസ്ഥ. അതിന് ഈ ഒരു മഴ 5 വർഷം നീണ്ടു നിന്നു. പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ അമറാൻഡ ഉർസുലയുടെ കാര്യങ്ങളൊക്കെ ഇവൻ നോക്കുന്നുണ്ട്. അതൊരു ഫ്ലഡായി തന്നെ മാറി. ആ ഒരു ടൈമിൽ അമറാൻഡ ഉർസുലയ്ക്ക് ഒരു ഡിസീസ് വരുന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങാനൊന്നും പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഡോക്ടേഴ്സിനൊക്കെ അവരിങ്ങനെ മെഷീനറി ഡോക്ടേഴ്സായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ അയച്ച് ഒരു ഡിസീസൊക്കെ ക്യൂർ ചെയ്യുന്നൊരു ഇതുണ്ട്. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു റെയിൻ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഉർസുല മരിക്കുന്നു അറ്റ് ദി ഏജ് ഓഫ് 120. ഇവരിടയ്ക്ക് വെച്ച് ബ്ലൈൻഡൊക്കെ ആവുന്നുണ്ട്. ആൻഡ് 120-ാം വയസ്സിൽ ഉർസുല മരിക്കുന്നു. ഇനി ഒർലിയാനോ സെഗുണ്ടയും ജോസ് ആർക്കേഡിയോ സെഗുണ്ടയും സെയിം മൊമെൻറ്റിൽ തന്നെ ഇവർ ഡൈ ആവുന്നുണ്ട്. ഉർസുലയൊക്കെ മരിച്ചതിന് ശേഷമാണ് ഒർലിയാനോ സെഗുണ്ടയും ജോസ് ആർക്കേഡിയോ സെഗുണ്ടയും മരിക്കുന്നുണ്ട്. അവരുടെ ബോഡീസൊക്കെ ഒരു ഗ്രേവിൽ ബറി ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ബോണ്ടിയ ഹൗസ് ആകെ നശിച്ചു പോവാണ്. കാരണം എല്ലാവരും മരിച്ചു, ആകെ ഇൻസെക്ട്സൊക്കെ കയറി ഇങ്ങനെ നശിച്ചു പോവാണ്. ആ ഒരു ടൈമിലാണ് ഈ അമറാൻഡ ഉർസുല പുറത്തു പോയി പഠിക്കുന്നത്. അവർക്ക് ഹസ്ബൻഡ് ഉണ്ട്, പക്ഷേ ഹസ്ബൻഡ് എന്താണ് ഒരു ബിസിനസ് ട്രിപ്പിനായി പുറത്തേക്ക് പോകുന്നു. ആ ഒരു ടൈമിൽ ഒർലിയാനുമായിട്ട് ഈ അമറാൻഡ ഉർസുല ഒരു ലവ് റിലേഷനിലാകുന്നു. അവർക്കൊരു കുട്ടി ഉണ്ടാവുന്നു. അപ്പോൾ ഒരു വാർണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ജനറേഷനിൽ സെയിം റിലേഷൻ, ബ്ലഡ് റിലേഷനായിട്ട് വരുമ്പോൾ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡർ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ആ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കുട്ടി, ഈ അമറാൻഡ ഉർസുലയ്ക്കും ഒർലിയാനയ്ക്കും ഉണ്ടാവുന്ന കുട്ടിക്ക് ലൈഫ് ലോങ് കൊച്ചിന് ഒരു പിഗിൻ്റെ ഒരു ടെയിൽ ഉണ്ടാവുന്നു. ഉൾട്ടിമോ ഉർലിയാനോ എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. ഒരു പിഗിൻ്റെ ടെയിൽ ഉണ്ടാവുന്നു. പക്ഷേ ആ ഒരു ടൈം കുട്ടി ബോൺ ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ ഈ അമറാൻഡ ഉർസുലയും മരിക്കുന്നു. ആ ഒരു സങ്കടം താങ്ങാനാവാതെ ഇങ്ങനെ ഒർലിയാനോ ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ഈ കൊച്ചിനെ ഒന്നും ടേക്ക് കെയർ ഒന്നും ചെയ്യുന്നില്ല. ആ ഒരു ടൈമിലാണ് ഈ മാൽക്കുഡിസിൻ്റെ മാനുസ്ക്രിപ്റ്റ്സ് ഒർലിയാനോ വായിക്കാൻ ഇടയാവുന്നത്. ഒർലിയാനോ അത് വായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീഡ്, പക്ഷേ വായിക്കുന്നുണ്ട്. അതിൽ ഈ ബോണ്ടിയ ഫാമിലിയുടെ ഫുൾ ഹിസ്റ്ററി ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു മാനുസ്ക്രിപ്റ്റ്സിൽ. അപ്പോൾ ഇത് വായിച്ച് തീരുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നു. ആ ഒരു മെക്കാൻഡോ വില്ലേജില്ലേ, ഫസ്റ്റ് പറഞ്ഞ മെക്കാൻഡോ വില്ലേജ് ടോട്ടലി ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു ഹറിക്കെയിൻ അടിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ. അവിടെ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യാൻ, ഈ മെക്കാൻഡോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഗ്ലാസ് ആൻഡ് മിറേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ദാറ്റ് റിഫ്ലക്ട് ബാക്ക് ദി റിയാലിറ്റി ഓഫ് ദി ഓത്തേഴ്സ് വേൾഡ്. അപ്പോൾ ആ ഒരു ഇമാജിനറി ടൗൺ ആകെ ഒരു ഹറിക്കെയിനിൽ മെക്കാൻഡോ എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് ആകെ ഡിസ്ട്രോയ് ആവുന്നിടത്താണ് ഈ ഒരു നോവൽ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോവലിൻ്റെ സ്റ്റോറി.
അത് ലിറ്റിൽ ബിഗ് ആയതുകൊണ്ടാണ് ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2 കാണണം. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഷോർട്ട് സിനോപ്സിസ് ഒന്ന് നോക്കാം. ഓവറോൾ ഈ ഒരു സ്റ്റോറി എന്താണെന്നൊന്ന് നോക്കാം. ഗബ്രിയേൽ ഗാർഷ്യ മാർക്വസിൻ്റെ ഈ ഒരു നോവൽ ഒരു ലാൻഡ്മാർക്ക് നോവൽ തന്നെയാണ്. അതിലൂടെ ഒരു മൾട്ടി ജനറേഷണൽ സ്റ്റോറിയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 7 ജനറേഷൻ സ്റ്റോറി അല്ലേ ബോണ്ടിയ ഫാമിലിയുടെ. ആൻഡ് ഇറ്റ് ഇസ് സെറ്റ് ഇൻ എ ഫിക്ഷണൽ ടൗൺ ഓഫ് മെക്കാൻഡോ. അപ്പോൾ ജോസ് ആർക്കേഡിയോ ബോണ്ടിയ ആൻഡ് വൈഫ് ഉർസുല പിന്നെയാണ് ആ ഒരു സ്റ്റോറി ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തീംസായിട്ട് നമുക്ക് സോളിറ്റ്യൂഡ്, ടൈം, സൈക്ലിക്കൽ നേച്ചർ ഓഫ് ഹിസ്റ്ററി ഒക്കെ പറയാം. ആൻഡ് ദിസ് നോവൽ അതിലൊരു ബ്ലെൻഡിങ് ഉണ്ട്, മാജിക്കൽ റിയലിസവുമായിട്ടൊരു ബ്ലെൻഡിങ് ഉണ്ട്, ഫിക്ഷണൽ എലമെൻറ്റ് വിത്ത് ദി ഓർഡിനറി. ആൻഡ് ദിസ് ജനറേഷൻ ബോണ്ടിയ ഫാമിലി ഫേസസ് ഒത്തിരി സ്ട്രഗിൾസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിലൂടെ അദ്ദേഹം ന്യൂ ഇൻവെൻഷൻ ആൻഡ് ഐഡിയാസ് ഓഫ് എ മാൽക്കുഡിസ് എന്ന് പറയുന്ന ജിപ്സീസിൻ്റെ കുറച്ച് ഐഡിയാസൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ദി നോവൽ ഗ്രേഷ്യ delve into the complexities of human experiences, impact of solitude, പിന്നെ ഡെസ്റ്റിനി, ഫ്രീ അതുമായിട്ടൊക്കെ ഒരു ഇൻ്റർപ്ലേ പറയുന്നുണ്ട്, ഫ്രീ വില്ലുമായിട്ടൊക്കെ. ആൻഡ് ദിസ് ഈ ഒരു നറേറ്റീവ് സ്ട്രക്ചർ ഒരു നോൺ ലീനിയർ ആണെന്ന് നമുക്ക് പറയാം. ഇറ്റ് എംഫസൈസിങ് ദി ഐഡിയ ദാറ്റ് ടൈം ഈസ് നോട്ട് സ്ട്രെയിറ്റ് ലൈൻ ബട്ട് റാദർ എ സീരീസ് ഓഫ് സൈക്കിൾസ് എന്ന് പറയുന്നുണ്ട്. ഒരു നോൺ ലീനിയർ ആയിട്ടൊരു നറേറ്റീവ് ടെക്നിക്കാണ് ഇതിലൂടെ പറയുന്നത്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊഫൗണ്ട് എക്സ്പ്ലോറേഷൻ ഓഫ് ഹ്യൂമൻ നേച്ചർ, ഹിസ്റ്ററി ആൻഡ് ദി മാജിക് ദാറ്റ് അണ്ടർലൈസ് എവറി ഡേ ലൈഫ്, culminating in a powerful reflection on the inevitability of solitude and passage of time. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നോവലിൻ്റെ സമ്മറി എന്ന് പറഞ്ഞാൽ. Hope you all got understand. If you have any doubt regarding these 3 parts, ask in the comment section. Subscribe for more. Thanks for hearing.